ഹലോ രാധേ രാധേ സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഡെയിലി ബ്ലോഗാണ് കേട്ടോ. നമ്മൾ കുറേ ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കാരണം എനിക്ക് ഉണ്ടാക്കാൻ ചാൻസ് കിട്ടിയില്ല വീഡിയോസ് ഒന്നും. വീട്ടിൽ വലിയൊരു സംഭവം നടന്ന് എന്താ മാറ്റർ പറഞ്ഞതാ. റിലേറ്റീവ്സിൽ ഒരാൾ മരിച്ച്. അപ്പോൾ കുറച്ച് തിരക്കാണ്. ഇവിടെ ആണെങ്കിൽ കുറേ പേര് വരലും പോവലും, പിന്നെ എന്താ പറയുക, നിങ്ങൾക്കറിയാം മരിച്ചാൽ അപ്പോൾ വേറൊരു സീനാണ് ഉണ്ടാവുക വീട്ടിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ എന്താണ്, എന്നാലും ഞാൻ കുറേ ഡിലേ ആവും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ നോക്കാൻ എങ്ങനെയാണ്, ഞാനിങ്ങനെ കുറേ ട്രൈ ചെയ്യും കേട്ടോ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ, കണ്ടിന്യൂ ആയിട്ട് നല്ല ഫോക്കസ് ചെയ്യാൻ. പക്ഷെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ ആവൽ കേട്ടോ. അപ്പം നോക്കാം, ഇനി ഡിലേ ആവാനെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇന്ന് വീഡിയോ ഞാൻ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വ്ലോഗ് കാണാം. അപ്പോൾ ഇപ്പോൾ എഴുന്നേറ്റ് കുറച്ച് നേരമായി എഴുന്നേറ്റിട്ട് കുളിച്ച് മാറ്റി ചായ ഹസ്ബൻഡ് ഉണ്ടാക്കി തന്ന്, എന്നിട്ട് ഞാൻ ചായ കുടിച്ച്. പിന്നെ ഹസ്ബൻഡ് പോയി കേട്ടോ. അന്നേരം ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അപ്പോൾ അന്നേരത്തെ വീഡിയോസൊന്നും എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ കുറേ പണി പെൻഡിങ്ങിലാണ്. ഞാൻ പോയി പണി ചെയ്യട്ടെ. അപ്പോൾ പണിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടേ. ഇതാ പാത്രം ഉണ്ട് കഴുകാൻ, പിന്നെ കുപ്പിയിലൊക്കെ വെള്ളം നിറയ്ക്കാനുണ്ട്, അങ്ങനെ കുറേ പണി. ഇപ്പോൾ പണിയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഇനി വേഗം പണി ചെയ്യട്ടെ. പപ്പായ നല്ല വലിപ്പം വെച്ചിട്ടോ. പിന്നെ ഇതാ കുരുമുളക്, ഇത് പിടിച്ചിട്ടോ കുരുമുളക് തൈ. മുളകൊന്നും ശരിക്ക് ഗ്രോ ചെയ്യുന്നില്ല കേട്ടോ, മുളകൊക്കെയാണ് ഇതൊക്കെ. പിന്നെ ഇത് കൊറോന്ത എന്നൊക്കെ പറയട്ടോ, കൊറോന്ത. ഇതൊരു പുളിപ്പട്ടോ. ഇതിലൊരു ഫ്രൂട്ട് ഉണ്ടാവും, ഭയങ്കര പുളിയാ. കറോന്ത എന്നട്ടോ ഇതിന് പറയാ. പിന്നെ ഇത് പൂച്ചെടി, ഇന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇത് തെച്ചിപ്പൂവ്. പാത്രം കഴുകി കഴിഞ്ഞിട്ടോ. ഇനി അടിച്ചുവാരി തുടയ്ക്കാനുണ്ട്. പിന്നെ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാനൊന്നുമില്ല കേട്ടോ. രാത്രി എക്സ്ട്രാ ഫുഡ് ഉണ്ടാക്കിയെന്ന് രാവിലത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതന്നെ ഞങ്ങൾ കഴിക്കും.
അങ്ങനെ പാത്രം കഴുകുന്ന പണി കഴിഞ്ഞിട്ടോ. ഇനി അടിച്ചുവാരി തുടയ്ക്കണം. रखो चखत में रख दो। कोल्ड ड्रिंक नहीं है बेटा। टोली ऐसा नहीं करते बेटा, यहाँ पर नहीं करते भैया। बैंडा कोल्ड ड्रिंक तेरिया। പണിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കും. കാരണം മക്കൾ കുളിക്കുകയാണ്. അപ്പോൾ ഓരെ കുളിപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കും കേട്ടോ. ഇവിടെ മഴ പെയ്യാട്ടോ. മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഇവിടെ കൊണ്ടുവന്ന് തൂക്കി. പിന്നെ അതാ മോളും മോന് കുളിച്ച് റെഡി ആയിട്ടോ. എൻജോയ് ചെയ്യാണ്. ഈ ബെഡ് കാണുന്ന ഈ കട്ടിൽ ഇത് ഹസ്ബൻഡിൻ്റെ കട്ടിലാണ് കേട്ടോ. ഹസ്ബൻഡ് ഇതേ പ്രായമാകുമ്പോൾ മോൻ്റെ അതേ പ്രായമായപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ഈ കട്ടിൽ. ഇനിയിപ്പോൾ ഇതാ ഞങ്ങളെ മക്കൾ കളിക്കാനേ അതുമാ. रोटी दे रोटी तो മോനിക്ക് സ്ഥലമില്ല കേട്ടോ. മോനിത് അഡ്ജസ്റ്റ് ചെയ്യണേ പാവം. മോക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു സാധനം ഉണ്ട് കേട്ടോ. കണ്ട ഭയങ്കര സന്തോഷമാവും കേട്ടോ. ഞാനാണെങ്കിൽ ഇത്രയും നാളെ അത് എടുത്ത് വെച്ചതേനെ. പക്ഷേ ഞാൻ ചെന്ന് കളിക്കാൻ കൊടുക്കാൻ നല്ല സന്തോഷമാവും കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ല ഭംഗിൻ്റെ ഇത് ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ തന്നതാട്ടോ മോക്ക്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നല്ല രസമുണ്ട്. നല്ല ഭംഗിയാണ്. നല്ല ക്വാളിറ്റി സൂപ്പറാട്ടോ ഇതിൻ്റെ. हैप्पी तो हैप्पी ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ സ്പെഷ്യൽ കേട്ടോ. അച്ചാറാണ്. ആ അച്ചാറിൻ്റെ ഞാൻ റെസിപ്പി കാണിച്ചു കേട്ടോ. അപ്പോൾ അതിൽ കുറേ പേര് ചോദിച്ചു മുളക് പൊടി ഇടൂലേന്ന്. മുളക് പൊടി ഇടും കേട്ടോ. പക്ഷെ എന്താ അറിയോ, ഞാൻ ഇട്ടില്ല അന്ന്. അപ്പുറത്ത് കൊടുക്കാനേന്ന്. അപ്പോൾ ഓര് ഇഷ്ട രീതി സംഭവം ഓർക്ക് എത്രയാണ് എരിവ് കഴിക്കേണ്ടത്. അപ്പോൾ ഓര് ഇട്ടോളൂ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഇടാഞ്ഞത്. പിന്നെ ഞാൻ വീഡിയോയിൽ പറയാനും മറന്നുപോയി മുളക് പൊടിൻ്റെ കാര്യം. അങ്ങനെ മുളക് പൊടി ഇടും കേട്ടോ. എരിവ് കമ്പൽസറി വേണം അച്ചാറിൽ. ഇത് മുളകാട്ടോ. ഇത് തക്കാളി ഉപ്പേരിയാണ്. തക്കാളി സംഭവം കറി പോലെ ഉണ്ടാക്കിയതാട്ടോ, ചാറില്ലാതെ. പിന്നെ എനിക്ക് ചോറാട്ടോ.
സ്പെഷ്യൽ ഇതൊക്കെയാണ്. ചോറ്, കറി, തക്കാളി കറി, പിന്നെ സാലഡ്, അച്ചാർ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നോളി, എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണട്ടോ. കുരുമുളക് പൊടിയാണ് കേട്ടോ സാലഡിലിട്ടത്. ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ സ്ഥലം നല്ല പരിചയം ഉണ്ടാവും. ഈ സ്ഥലത്തിൻ്റെ പേര് ബാഗി എന്നാട്ടോ. ബാഗി, BAAGHI. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ കൃഷി സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ കാക്കയ്ക്കൊക്കെ ഞങ്ങളോട് ഭയങ്കര പരിചയമായിട്ടോ. കാരണം ഞങ്ങൾ ഇടയ്ക്ക് വരും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ, എന്ത് കൃഷിയാണ് നടക്കണേ, അല്ലെങ്കിൽ ഇപ്പം എന്താ സംഭവം. അപ്പോൾ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് അവർക്കിപ്പോൾ നല്ല പരിചയമുണ്ട് കേട്ടോ. ദിഖാന വസ്ത്രം ऐसे പോത്ത കണ്ടിട്ടോ ഇവിടെ. അപ്പുറത്താണ് കേട്ടോ കൃഷി, ഈ നെല്ലും കൃഷി നടക്കുന്നത്. ഇപ്പൊ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, അറിയില്ല പോസിബിൾ ആവോ കാണിക്കാൻ. എന്നാലും നോക്കാം, പോയി നോക്കാം. ആണോ आराम से आना ना, फिसलना है। हाँ हाँ कौन-सी मंदिर आवे? पापा आने वाले, गन्नू भी आए। मम्मा देखो इतनी सारी। देखो ये। देखो ये भी। ഞാൻ ഇവിടെ എത്തിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് നെല്ലും കൃഷി കാണാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ചളിയാണ്. അപ്പോൾ पूरा स्विमिंग पूल बन के जाने पर जाते हैं हम लोग। ഇതാട്ടോ കുട്ടികളുടെ ഹസ്ബൻഡ് മക്കളെ നോക്കാട്ടോ. ഇതാട്ടോ इधर पे लगाते कैसे? കുട്ടികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതൊരു കെട്ടാണേ. पहले मिट्टी वो करना पड़ता है। हाँ एक बित्ता की दूर देवों में चाली हटो। पानी में जाए। आराम से हाँ ഇതാട്ടോ എന്താ പറയുക, ഒരു ബീത്ത അത് 1 फीट कहते क्या, ഒരു കൈ ഗ്യാപ്പ് ചെയ്തിട്ടാട്ടോ ഇടാ. सही है हाँ यार. ये स्विमिंग पूल गिरेगी तो नहीं? नहीं गिरेगी, पानी की वजह से खड़ी रहेगी ना. इसका बीज कैसे लगाया जाता है, कैसे होता है? अरे बोलते फिर जब निकल जाते तो फिर ऐसे लगाते. कौन सा चावल बासमती
എനിക്കാണെങ്കിൽ സ്പീഡില്ല കേട്ടോ, അവർക്ക് നല്ല സ്പീഡാണേ. ബാസ്മതി റൈസ് ആണ് കേട്ടോ അത്. പുലാവ്, ബിരിയാണി അരി കേട്ടോ. आना ऑटो को, नो को आना है, आना है, आओ। हाँ आओ। नहीं यहाँ नहीं, यहाँ क्यों? अरे थोड़ी आ जान दो, मौका नहीं मिलेगा फिर। इसमें तो पानी ऐसे ही भरा रहता है। दिसंबर जनवरी में उधर देखा था यार। ഇവിടെ എല്ലാവരും ചായ കുടിക്കുക കേട്ടോ. നല്ല രസമാട്ടോ ഇതൊക്കെ കാണാൻ. സമോസ ഇതാട്ടോ, നെല്ലാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ ഇവരിവിടുന്ന് എടുക്കും കേട്ടോ, എന്നിട്ട് അവിടെ വെള്ളത്തിൽ കൊണ്ടുപോയി കുത്തിയിടും. ഇത് കെട്ടാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ പറക്കി വന്നിട്ട് ഇതേപോലെ കെട്ടാക്കിയിട്ട് കൊണ്ടുപോകും കേട്ടോ. എന്നിട്ട് ആ വെള്ളത്തിൽ കുഴിച്ചിടും. चलो तुमसे धान लगवाएं, चलो चलो न जाने पाए। ഈ നെല്ലൊക്കെ ഏകദേശം 1 മാസം എടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇത്ര സംഭവം ആദ്യം അരി ഇടും, നെല്ല്. എന്നിട്ട് പിന്നെ ഇങ്ങനെ എന്താ ഇത്ര വലുതായി കഴിഞ്ഞാൽ ഇനി പറിക്കാനായിട്ടോ, പറിച്ചിട്ട് പിന്നെ അപ്പുറത്ത് വെള്ളത്തിലിടും. ഇതാ ടിഫിൻ കേട്ടോ, നല്ല രസമുണ്ട്. ഇത് പെയിന്റ് ചെയ്തതാണ് ടിഫിനില്. जुलाई है, अगस्त, सितंबर, वो फिर रहती है मार्च अप्रैल तक। अच्छा हाँ, अभी की बोई हाँ वो अप्रैल तक चलती है। ഈ നെല്ല് ഇപ്പോൾ പറിക്കും കേട്ടോ. വെള്ളം കുടിക്കാണ്. एक एक पाँव झुकाएगा पास। एक एक आओ पाँव। ഓരോന്നാട്ടോ. वैसे जल्दी जल्दी में ऐसे खराब नहीं उखड़ जाती होगी? इसमें भी पानी भर के उखाड़ना पड़ता है, अच्छा मगर हम लोग ऐसे उखाड़ रहे हैं, धुल के जा रही है। अच्छा पानी भर देते हैं तो फिर संभल के बैठना पड़ता है कुछ ऊंचाई में। ഇങ്ങനെ ഓരോന്നാട്ടോ എടുക്കുക, കെട്ടാക്കി. എന്നിട്ട് ആ പുല്ലുകൊണ്ട് തന്നെ കെട്ടിട്ടോ, ഒരു കെട്ട്. अब हमारे पास नंबर नहीं है ना, हम पर तो चाचा जी का तो फोन है आपके पास? एक ही तो फोन है आपके? अलग है फोन? अलग है, अच्छा, अलग है। उनका तो आप हमें अपना दे देना. 3 लड़के हैं, तीनों के पास में अलग अलग। तो फिर हम इसको दे देंगे ना, ये जो नहीं है आपका जो जो ये नाम है। हाँ उनको दे देंगे. तो वो तो आपकी तो बात होती होगी ना उनसे तो. ये लड़कों ने ज्यादा कभी इंटरेस्ट नहीं करते ना, अच्छा कराते भी नहीं है ना जल्दी पल्ली। इनके हाथ में भाई इनके वाले हाँ तो कमाई बात हो जाए। वीडियो भी एकदम दिखावत रहा ना, मंझला वाला हाँ वीडियो दिखावत रहा। देखा आपने?
समझ में नहीं आएगी लेकिन भाषा अलग है ना। तुम उस तरफ की अपनी तरफ की बोलती हो ना, हाँ वो हमें पल्ले नहीं पड़ती, बाकी तो और देखते रहते हैं। कहो थक गए तुम नहाते नहाते हैं। हमें कोई खाके नहीं पड़ेगा। ഇതാട്ടോ ഒരു കെട്ട്. നല്ല രസത്തിൽ കളിച്ച് എൻജോയ് ചെയ്തിട്ടാട്ടോ ഇതവര് ഹെൽപ്പ് ചെയ്യുന്നത്. नहीं तो हम सुबह 6 बजे से आते हैं, 10 बजे 10:30 बजे चले जाते हैं. फिर 3 बजे से आते हैं। अच्छा ये लोग ये लेने आते हैं. ले ले जाते हैं सब, ये नहीं आते जब फिर बड़े आते हैं लड़के हमारे। ये तो बिटिया के ഇതാട്ടോ കെട്ട് എടുത്തോടാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ. गया है, कम से 2-4 कुंटल ले गए कदावर। गिरना नहीं है, ऐसे दौड़ रहे हो. बता कितनी तेजी दौड़ रहा है. ഇതാട്ടോ बुवाई होती है जैसे ये हो रही है ना, हाँ. इसको बोया गया है। ഇതാട്ടോ മണ്ണുണ്ട് നിറച്ചും. അപ്പം മണ്ണ് കഴുകുക കേട്ടോ ഇങ്ങനെ. ആ ഇതാട്ടോ ഓരോ കെട്ട്. ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളൂ, കൊയങ്ങിപ്പോയിട്ടോ. ഇവിടെ ഇതാ അവര് നല്ല രസമുണ്ട്. ഭയങ്കര സ്പീഡാണ് കേട്ടോ. ഇതാട്ടോ ഇവിടെ ചുരക്ക കൃഷി കേട്ടോ. ആ इदाട്ടോ चुरक्का. हेलो देखना ना, इस पे पैर नहीं रखना है. ഈ കാണുന്ന ഫുള്ളും ചുരക്ക കൃഷിയാണ് കേട്ടോ. മോനതാ ബാക്കിൽ വരുന്നേ. മോനോട് ഞാൻ പറഞ്ഞതാ വരണ്ടാന്ന്. മഴ പെയ്യുന്നുണ്ടേ. ഇതാട്ടോ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇപ്പം ആയി വരുന്നേ ഉള്ളൂ. बहुत महंगी मिलती है. അങ്ങനെ ഇത്ര ഉള്ളൂ കേട്ടോ പ്രോസസ്സ്. ഇപ്പം മഴ പെയ്യുന്നോണ്ടാട്ടോ ഇവിടെ വെള്ളം നിറഞ്ഞിരിക്കുന്നത്. ഈ നെല്ലും കൃഷിയിൽ എന്താ പറയുക, വെള്ളം കൂടുതൽ വേണം. അപ്പം മഴ ഇല്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ലല്ലോ. അപ്പം ഇവരിതാ ഇവിടെ ഷട്ടർ കാട്ടില്ല, അവിടെ ഇതാ ഷട്ടർ കാണുന്ന ബ്ലാക്ക്, അതൊക്കെ ജോയിൻ ചെയ്യും കേട്ടോ. ട്യൂബ് ആണ് ഇത് കേട്ടോ. ഇനി അടുത്ത പ്രോസസ്സ് കാണിച്ചു തരണ്ട കേട്ടോ. എന്താ പറയുക, എനിക്ക് അറിയില്ല വരാൻ കഴിയില്ലെന്ന്. അഥവാ വരാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ കാണിച്ചു തരണ്ട കേട്ടോ ഇത് മുറിക്കുന്ന സമയത്ത്.
കാല് കേൾക്കുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് പോവാട്ടോ. കഴിഞ്ഞ് നെല്ല് കൃഷി ചെയ്യുന്നോണ്ട് നെല്ലിന്റെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല നല്ല വേറൊരു സ്മെല്ലാട്ടോ. നല്ല സംഭവം നമുക്കിങ്ങനെ സ്മെല്ല് ചെയ്തോണ്ടിരിക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് നല്ല സ്മെല്ലാണ് നെല്ല് കൃഷിന്ന് വരുന്നത്. ഇവിടെ ഉള്ള കൃഷി ഉഴുന്ന് പരിപ്പ് കേട്ടോ. ഉഴുന്ന് പരിപ്പ് പിന്നെ ചെറുപയർ പരിപ്പിന്റെ കൃഷിയാണ് ഇവിടെ. ഇതിന് ഹിന്ദിയിൽ ബജൂക്ക എന്നാട്ടോ പറയാ. എല്ലാ കൃഷി സ്ഥലത്തും ഇങ്ങനെ സേഫ്റ്റിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നായ്ക്കള് അല്ലെങ്കിൽ സംഭവം മൃഗങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സേഫ്റ്റിക്ക് ഇത് ഇതേപോലെ വെറൈറ്റി രീതിയിലൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. ഇതിന് ഹിന്ദിയിൽ ബജൂക്ക എന്നാട്ടോ പറയാ. മലയാളത്തിൽ എന്താ പറയാ കമന്റ് ചെയ്യണേ. ഇവിടെ ഉണ്ട് കേട്ടോ ചുരക്ക. ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. നല്ല രസമാണ്. ഇങ്ങനത്തെ മൊമെന്റ്സ് ഒന്നും പിന്നെ നമുക്ക് കിട്ടില്ലെന്ന് അറിയില്ല കേട്ടോ. വെള്ളം കുടിക്കാം. അങ്ങനെ ചായ കുടിക്കാൻ പോകട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നോളി. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം. കറണ്ട് പോയിട്ടോ. കറണ്ട് പോയിട്ട് കുറേ നേരമായി. അപ്പോൾ എല്ലാവരും ഇതാ പുറത്ത് കിടക്കാണ്. പിന്നെ ഇൻവേർട്ടറൊക്കെ ആണെങ്കിൽ ഒക്കെ ഓഫായി. ഇനി ഫാനൊന്നും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ചൂട് നല്ലോണ്ട് കേട്ടോ. ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. ഇനി ചപ്പാത്തി മാത്രം ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ കേട്ടോ ഞാൻ. മൈക്ക് ഡിസ്കണക്ട് ചെയ്യുന്നു കേട്ടോ. ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കണത്. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി ഇനി കഴിക്കാൻ പോവാണ്. പാത്രം ഒന്നും കഴുകിയിട്ടില്ല കേട്ടോ. കാരണം കറണ്ട് ഇല്ല. അപ്പോൾ വെള്ളം തീർന്നാൽ പിന്നെ പ്രോബ്ലം ആവും. അതുകൊണ്ട് പാത്രം ഒന്നും കഴുകുന്നില്ല. രാവിലെ കഴുകും കറണ്ട് വന്നു കഴിഞ്ഞാൽ. പാത്രമൊക്കെ കുറേ ഉണ്ട് കഴുകാൻ. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം രാത്രി എന്താ സ്പെഷ്യൽ കേട്ടോ. ചോറ്, ഹസ്ബൻഡിനുള്ള ചപ്പാത്തി, പിന്നെന്താ സോയാബീൻ കറിയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് ചോറ്, കറി, സോയാബീൻ കറി, ചപ്പാത്തി, പിന്നെ സാലഡ് ഉണ്ട് കേട്ടോ. സാലഡ് അങ്ങനെ കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നോളൂ. എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ. എല്ലാവർക്കും ബൈ ബൈ. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീം. ഇപ്പോൾ ഭയങ്കര ചൂടാണ്. പിന്നെ ഫാന് ഓൺ ചെയ്താൽ ഈ ഉള്ള ലൈറ്റും പോവും. क्या कर रही हो? बोलो हाय फ्रेंड्स. बोलो तो. बोलो तो. बिस्तर पे रख दो जाओ. क्या खराब हो जाता?
എങ്ങനെയുണ്ട് കറി? ഓ, കറി എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാണ്. അടിപൊളി. അടിപൊളി. താങ്ക് യു.